ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എവരെയും സ്വാഗതം ചെയ്യും. 2026 സെപ്റ്റംബർ മാസത്തിൽ വൃശ്ചികക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ സാധ്യതയുള്ള ചാരഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്നത്. ഒരാളുടെ ജനനസമയത്തുള്ള ഗ്രഹനില എപ്രകാരമാണെന്ന് ജാതകം പരിശോധിച്ച് കണ്ടെത്തിയാൽ മാത്രമേ ഏതൊക്കെ ഗ്രഹങ്ങൾ അനുകൂല ഫലങ്ങൾ നൽകുന്നു, ഏതൊക്കെ ഗ്രഹങ്ങൾ പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്നു എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ ഫലങ്ങൾക്ക് മീതെയാണ് ചാരഫലം എപ്പോഴും അനുഭവപ്പെടുക. ജാതകവശാൽ നല്ല സമയം അനുഭവപ്പെടുന്ന ഒരാൾക്ക് ചാരവശാലുള്ള ഗുണഫലങ്ങൾക്ക് പൂർണ്ണമായി അനുഭവപ്പെടുകയും ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും. എന്നാൽ ജാതകവശാൽ സമയം മോശമാണെങ്കിൽ ഗുണഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുകയുമില്ല, ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് ചാരഫലത്തിന്റെ പ്രത്യേകത. സെപ്റ്റംബർ മാസത്തിൽ 4 ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ 4 ഗ്രഹങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ തങ്ങളുടെ രാശി മാറുന്നുണ്ട്. 17-ാം തീയതി രാവിലെ 7:53 സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കും. അതുപോലെ 18-ാം തീയതി വൈകിട്ട് 8:18 ചൊവ്വ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും. ബുധനാകട്ടെ 7-ാം തീയതി ഉച്ചയ്ക്ക് 1:33 ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കും. ശുക്രൻ 2-ാം തീയതി തന്നെ കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ഈ ഗ്രഹങ്ങളുടെ ഒക്കെ രാശിമാറ്റം ഈ കൂറുകളുടെ ചാരഫലത്തെ സ്വാധീനിക്കുന്നതാണ്. ഏതൊക്കെ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് അനുകൂലമാണ്, ഏതൊക്കെ പ്രതികൂലമാണ് എന്ന് ആദ്യമായി പരിശോധിക്കാം. 17-ാം തീയതി വരെ 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഇവർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. അതുപോലെ അതിനുശേഷം 11-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്ന സൂര്യനും ഇവർക്ക് ഗുണങ്ങളാണ് ചെയ്യുക. 7-ാം തീയതി വരെ 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ, അതുപോലെ അതിനുശേഷം 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ, ഇതൊക്കെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. അതുപോലെ വ്യാഴം ഗുണഫലങ്ങളാണ് നൽകുന്നത്. 2-ാം തീയതി രാശി മാറുന്ന ശുക്രനും ഇവർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് കേതു ചെയ്യുന്നത് 10-ാം ഭാവത്തിലാണ്. അതും ദോഷഫലങ്ങൾ ചെയ്യുന്നതല്ല, ഗുണഫലങ്ങളാണ് ചെയ്യുന്നത്. 8-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഇവർക്ക് അനുകൂലമല്ല. അതുപോലെ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി, 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു, ഇതൊക്കെ ഈ കുറുവരെ സംബന്ധിച്ച് ഗുണഫലങ്ങൾ നൽകുന്നതല്ല. ഇനി എന്തൊക്കെ ഗുണഫലങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുവാൻ ഈ കൂറുകാർക്ക് ഈ മാസത്തിൽ കഴിയുന്നതാണ്. എല്ലാ വിധത്തിലുമുള്ള വിജയങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇവർ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഏറ്റെടുക്കുവാനും അത് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാനും സാധിക്കും. അതുപോലെ ഒരു സ്ഥാനാന്തര പ്രാപ്തി ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു ഉയർന്ന സ്ഥിതിയിലേക്ക് ഇവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും പൊതുപ്രവർത്തകർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത്. എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും വളരെ വേഗത്തിൽ ഒരു മുക്തി പ്രതീക്ഷിക്കാം. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് ഒരു മോചനം ലഭിക്കും. ശത്രുക്കളായി നിന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇവർക്ക് മിത്രങ്ങളായി അനുഭവപ്പെടും. അതുപോലെ സാമ്പത്തിക നിലയിലും വലിയ ഒരു പുരോഗതി ഇവർക്ക് പ്രതീക്ഷിക്കാം. പല രീതിയിലുള്ള സാമ്പത്തിക ലാഭം വന്നു ചേരും. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വലിയ ഉയർച്ചയാണ് ഇവർക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. ഇപ്പോഴത്തെ തൊഴിൽ മേഖല കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സെപ്റ്റംബർ മാസം അനുകൂലമായ സമയമാണ്. ഇപ്പോൾ ഉള്ള തൊഴിൽ കൂടുതൽ മോടി പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അവസരമുണ്ടാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് നിന്നും വലിയ സാമ്പത്തിക നേട്ടം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ദാമ്പത്യ സുഖം ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും.
ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചു വന്ന ദമ്പതിമാരെ സംബന്ധിച്ച് അതെല്ലാം പരിഹരിച്ച് കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള അവസരം വന്നു ചേരും. മനോഹരമായ സംസാര രീതിക്ക് ഇവര് ഉടമയായിരിക്കും. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലും ആകർഷിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ പ്രീതി നേടുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ചും വാക് വൈഭവം മൂലം കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും. ശത്രുക്കളെ പോലും കീഴടക്കുന്ന രീതിയിലുള്ള മധുരമായ സംസാരം ഇവരെ ജീവിത വിജയത്തിലേക്ക് നയിക്കും. ബഹുവിധത്തിലുള്ള ധനലാഭം ഇവർക്ക് വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി എല്ലാ മേഖലയിൽ നിന്നും ഇവർക്ക് ഉയർച്ചയാണ് അനുഭവപ്പെടുക. ഭാര്യ, സന്താനങ്ങൾ എന്നിവരുമായി അകന്നു കഴിയാൻ ഇടയായവർക്ക് അതിനൊരു മോചനം ഉണ്ടാവും. ഭാര്യ സന്താനങ്ങളുമായിട്ട് ഒന്നിച്ച് കഴിയുവാനുള്ള അവസരം ഈ സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരും. വിദ്യാഭ്യാസ ആവശ്യത്തിനോ ജോലിയുടെ ആവശ്യത്തിനോ ഒക്കെ അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് അതുപോലെ കുട്ടികൾക്ക് ഒക്കെ ഒന്നിച്ച് സഹവസിക്കുവാനുള്ള അവസരമാണ് സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരുക. അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് സഹവസിക്കാനുള്ള യോഗവും ഈ കൂറുകാർക്ക് കാണുന്നുണ്ട്. അടുപ്പമുള്ള സുഹൃത്തുക്കളുമായിട്ട് സഹവസിക്കുവാനും അതിലൂടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും. എല്ലാ വിധത്തിലും മാനസികമായി വലിയ ഉന്മേഷം ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് ഗുണകരമായ പ്രവൃത്തികൾ ചെയ്ത് അതിലൂടെ പുണ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് എല്ലാ വിധത്തിലും ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും. ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള ഫലം ഇവർക്ക് ഈ സെപ്റ്റംബർ മാസം തന്നെ അനുഭവപ്പെടുന്നതാണ്. യാതൊരു കർമ്മവും വിഫലമാകുകയില്ല. എല്ലാ കർമ്മത്തിനും അതിൻ്റെതായ ഫലം ഈ കൂറുകാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കും. ധാരാളം ബന്ധുലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാം. പുതിയ പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടുവാനും അവരിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് അവസരം ഉണ്ടാകും. കാര്യമായ അടുപ്പം സൂക്ഷിക്കാത്ത ബന്ധുക്കളുമായി അടുക്കുവാനും അവരുമായി സഹവസിക്കുവാനും ഇടപെടുവാനുമുള്ള അവസരം ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ആഹാര സംബന്ധമായിട്ട് യാതൊരുവിധ ദാരിദ്ര്യവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടുകയില്ല. മൃഷ്ടാന്ന ഭോജനം ഇവർക്ക് സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെടും. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളും പാനീയങ്ങളും ഒക്കെ ധാരാളമായിട്ട് അനുഭവിക്കാനുള്ള അവസരം ഈ കൂറുകാർക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ സ്നേഹാദരവ് കൂടുതലായി ഇവർക്ക് സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരും. മറ്റുള്ളവരോട് ആജ്ഞാപിക്കുവാനും അത് അവർ ശിരസ വഹിക്കുവാനുമുള്ള അവസരം ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ്. സ്ത്രീക്ക് ഭർത്തൃസുഖവും പുരുഷന് ഭാര്യാസുഖവും കൂടുതലായിട്ട് സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെടും. നിസ്സാര കാര്യങ്ങളിലൊക്കെ അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം വന്നു ചേരും. സുഗന്ധദ്രവ്യങ്ങളും മറ്റ് വിശേഷ വസ്തുക്കളും ഒക്കെ ധാരാളമായി വാങ്ങുവാനും അതൊക്കെ ഉപയോഗിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെയുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ്. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിച്ച് ധരിക്കുന്നതിനുള്ള അവസരം സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കും. കുൽസിത മാർഗത്തിലൂടെ അല്ലാതെ നേരായ മാർഗത്തിലൂടെ ധാരാളം പണം സമ്പാദിക്കാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ്. പണസമ്പാദനത്തിൽ മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും ഇവർക്ക് പിടിച്ചു പറ്റുവാൻ സാധിക്കും. പൊതുവെ ഗുണഫലങ്ങൾ ധാരാളമായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ചില ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി മൂലം ചില ദോഷഫലങ്ങളും ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ദേഹത്ത് ഒടിവ്, ചതവ് ഇതൊക്കെ ഉണ്ടായി രക്തസ്രാവം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനനഷ്ടം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പണസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധ ചികിത്സ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ കുടുംബത്തിൽ കലഹവും മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും ഒരു ജാഗ്രത അക്കാര്യത്തിൽ എടുക്കുന്നത് ഉത്തമമായിരിക്കും. ഈ കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയും ശനിയും രാഹുവും ഇഷ്ടസ്ഥാനത്തല്ല ചാരവശാൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. ശനിയെ കൊണ്ടും രാഹുവിനെ കൊണ്ടുമുള്ള ദോഷഫലങ്ങൾ തീർത്തും ഇല്ലാതാക്കുവാൻ മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായിക്കും. ഈ കൂറുകാരെ സംബന്ധിച്ച്
ഭൂരിഭാഗം ഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിലാണ് ചാരവശാൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങളുടെ ആധിക്യം സെപ്റ്റംബർ മാസത്തിൽ ഈ കൂറുകാർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി ചെറിയ ചെറിയ ദോഷങ്ങളെ ഇല്ലാതാക്കിയാൽ പൂർണ്ണമായ ഭാഗ്യാനുഭവം ഇവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെടും. വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് എല്ലാവിധത്തിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭു മഹാദേവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.